നമസ്കാരം. ഗ്രൂപ്പുകൾ തന്നെയാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ്. KPCCയെ ഹൈക്കമാൻഡിൽ നിന്നും നിയന്ത്രിക്കുന്ന KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ദീപ്തി മേരി വർഗീസിനെയാണ് ഇവിടെ തടഞ്ഞിരിക്കുന്നത്. ദീപ്തിയെ മേയറാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അവരെ മത്സരിപ്പിച്ചിരുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആയതിനാൽ ദീപ്തി ആകുമെന്ന് തന്നെയാണ് UDFന് നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജനങ്ങളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആ കണക്ക് കൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. അതായത് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ അവരുടെ കരുത്ത് കാട്ടിയ കാഴ്ചയാണ് ഇവിടെ നാം കണ്ടിരിക്കുന്നത്. സമുദായ താല്പര്യം മാത്രം നോക്കിയല്ല കൊച്ചി മേയറെ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗ്രൂപ്പുകളെ പ്രേരിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ്. ഇത് KC വേണുഗോപാലിന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന് കൂടി കിട്ടിയ പ്രഹരമാണ്. കാരണം കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിച്ചിരുന്നത് VD സതീശനായിരുന്നു. സതീശൻ തന്നോട് നയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി ദീപ്തിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗ്രൂപ്പുകൾ പിടിമുറുക്കിയപ്പോൾ സ്വന്തം തട്ടകമായിട്ട് പോലും പ്രതിപക്ഷ നേതാവ് പോലും നിസ്സഹായ അവസ്ഥയിലായി പോയി കാര്യങ്ങൾ. അങ്ങനെയാണ് യാഥാർത്ഥ്യം. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി സ്വപ്നവും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടതായി വരും. സംസ്ഥാന കോൺഗ്രസിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഗ്രൂപ്പുകൾക്ക് തന്നെയാണ് മേധാവിത്വമുള്ളത്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടെങ്കിലും A ഗ്രൂപ്പ് മരിച്ചിട്ടില്ല. അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. I ഗ്രൂപ്പിനെ പലതായി VD സതീശനും KC വേണുഗോപാലും പിളർത്തിയിട്ടുണ്ടെങ്കിലും I ഗ്രൂപ്പിലെ പ്രബല ഭാഗം ഇപ്പോഴും ചെന്നിത്തലയുടെ കൂടെ തന്നെയാണ് ഉള്ളത്. ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കി പാർട്ടി പിടിച്ചെടുക്കാൻ ഇടപെട്ട KCക്കും സതീശനും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ലഭിച്ച അവസരം Aയും Iയും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ദീപ്തി തെറിച്ചിരിക്കുന്നത്. ഇതാകട്ടെ പ്രതിപക്ഷ നേതാവിന്റെയും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെയും ഒപ്പം നിൽക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. സതീശന്റെയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെയും കൂടെയുള്ളവർ ഇവർ മുഖ്യമന്ത്രിമാരാകുമെന്ന് കണ്ട് ഒപ്പം കൂടിയവരാണ്. അതിനുള്ള സാധ്യത കുറയുകയും ഇവർ വിചാരിച്ചാൽ പോലും പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അവർക്കിടയിലും സ്വാഭാവികമായി ചോർച്ചകൾ സംഭവിക്കും. പാർട്ടിയിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നിയമസഭാ സീറ്റുകൾ വേണ്ടപ്പെട്ടവർക്ക് നൽകുകയും അതുവഴി MLA-മാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് KC വേണുഗോപാൽ നിലവിൽ മുന്നോട്ട് പോകുന്നത്. VD സതീശനാകട്ടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉള്ളതിനാൽ UDFന് ഭരണം ലഭിച്ചാൽ ഹൈക്കമാൻഡിൽ തന്നെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന ഒറ്റ വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ഈ ആഗ്രഹം നടക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന നേതാവും AI ഗ്രൂപ്പുകളും അപ്രസക്തമാക്കണം. അതെന്തായാലും സംഭവിക്കില്ല എന്ന് കൊച്ചി മേയറെ തീരുമാനിച്ചതിൽ തന്നെ വ്യക്തമായ സ്ഥിതിക്ക് ഇനിയാണ് കോൺഗ്രസിലെ യഥാർത്ഥ പോര് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ UDFന് അധികാരം ലഭിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധ്യതയില്ല. പണ്ട് വൈദികളായിരുന്ന A ഗ്രൂപ്പിനെയും I ഗ്രൂപ്പിനെയും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ കോൺഗ്രസിന് ഇനി പലതും സംഭവിക്കും. കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ എണ്ണത്തിൽ I ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ A ഗ്രൂപ്പിന് ഉണ്ടായിട്ട് പോലും ആദ്യ ടൈമിൽ I ഗ്രൂപ്പിലെ VK മിനിമോൾ മേയറാകട്ടെ എന്ന് A ഗ്രൂപ്പ് തീരുമാനിച്ചു. എങ്കിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകട്ടെ എന്ന് അവർ തീരുമാനിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഹൈക്കമാൻഡിന് പോലും അത്തരം ഘട്ടത്തിൽ പരിമിതികൾ ഉണ്ടാകും. പുറത്തു കാണിക്കുന്ന ഈ പിന്തുണയൊന്നും സംസ്ഥാനത്തെ കോൺഗ്രസിന് അകത്ത് KC വേണുഗോപാലിനുമില്ല, VD സതീശനുമില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനും പരിമിതികൾ ഏറെ ഉണ്ടാകും. KPCC ഭാരവാഹികളെ പ്രഖ്യാപിച്ചതുപോലെ നിയമസഭാ സീറ്റുകളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ഇനി ഹൈക്കമാൻഡിന് കഴിയുകയില്ല. ഗ്രൂപ്പ് താല്പര്യങ്ങളും സാമുദായിക താല്പര്യങ്ങളും മുഖവിലക്കെടുക്കാതെ സ്ഥാനാർത്ഥികളെ എങ്ങാനും പ്രഖ്യാപിച്ചാൽ അവിടങ്ങളിലൊക്കെ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ റിബലുകൾ മത്സരിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. ഇടതുപക്ഷത്തിന് മൂന്നാം ഊഴം ഉറപ്പിക്കുന്ന അത്തരമൊരു വിഡിത്തം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തായാലും ചെയ്യില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കേരളത്തിൽ UDFന് ഭരണം പിടിച്ചില്ലെങ്കിൽ ആദ്യം തെറിക്കാൻ പോകുന്നത് KC വേണുഗോപാലിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. അതോടൊപ്പം തന്നെ VD സതീശന്റെ കോൺഗ്രസിലെ ഭാവിയും അതോടെ അവസാനിക്കും. പിന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വനവാസത്തിന് തന്നെ പോകേണ്ടതായും വരും.
രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിൽ 69 വയസ്സായി. ഇത്തവണ UDFന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാനുള്ള അവസാനത്തെ അവസരമാണ് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി അതിനായി ശ്രമിക്കുകയും ചെയ്യും. എ ഗ്രൂപ്പുമായുള്ള കൂട്ടുകെട്ട് അതിന്റെ ഭാഗമാണ്. ഉമ്മൻചാണ്ടി മാത്രമാണ് മരണപ്പെട്ടത്. അതല്ലാതെ എ ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ല എന്നതാൽ ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയാം. എയും ഐയും ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരുമിച്ച് ശബ്ദിക്കുമ്പോൾ മറിച്ചൊരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് ബുദ്ധിമുട്ട് ഉണ്ടാകും. ആലപ്പുഴ MP ആയ KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 1/2 ഡസൻ MPമാരെയെങ്കിലും ഹൈക്കമാൻഡിന് മത്സരിപ്പിക്കേണ്ടതായി വരും. അതിൽ അടൂർ പ്രകാശും ഹൈബി ഈഡനും K സുധാകരനും ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെ വരും. KCക്ക് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്കും ആകാമെന്ന് അവർ പറഞ്ഞാൽ ഹൈക്കമാൻഡ് വെട്ടിലായി പോകും. അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഒരു നേതാവിനെയും പിണക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയുമില്ല. അങ്ങനെ പിണക്കിയാൽ നേതാക്കന്മാർ മറുകണ്ണം ചാടും. ഈ പറഞ്ഞ MPമാരെല്ലാം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ പിന്നെ അധികാരത്തിന് വേണ്ടിയുള്ള അടിയുടെ പൊടിപൂരം തന്നെയാകും നടക്കാൻ പോകുന്നത്. അത് കോൺഗ്രസിനെ ഒരു പിളർപ്പിൽ കൊണ്ട് ചെന്നെത്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ MPമാർ രാജിവെക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ വിജയിച്ചു കയറുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാകും. ഇടതുപക്ഷത്തിനും BJPക്കുമാണ് അത്തരമൊരു സാഹചര്യം ഗുണം ചെയ്യുക എന്ന കാര്യത്തിൽ കൂടുതലായിട്ട് ഈ ഒരു അവസരത്തിൽ BJPക്കായിരിക്കും ഈ ഒരു സാഹചര്യം ഗുണം ചെയ്യുക. കാരണം പന്ത് BJPയുടെ കോർട്ടിലാണ്.